എല്ലാം പണിയും ചെയ്യുന്നത് പെണ്ണീച്ചയാണ്. ലൈക്ക് കളക്ടിങ് പോളൻ, നെക്ടർ, പൂന്തേൻ എടുക്കുന്ന, പൂമ്പൊടി എടുക്കുന്നതും എല്ലാം പണിയും ചെയ്യുന്നത് പെണ്ണീച്ചകളാണ്. തേനീച്ച കുത്തുന്നത് നല്ല കേട്ടോ. അറിയാമോ എപ്പി തെറാപ്പി, ഭീമനം തെറാപ്പി ട്രീറ്റ്മെന്റ് ഉണ്ട്. പെട്ടെന്ന് ഈച്ചയാണ്. ആർക്കാണ് തേൻ ടേസ്റ്റ് ചെയ്യേണ്ടത്? ഹണിക്കോമ്പിന്ന് വലിക്കില്ലേ? മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഫിലിപ്സ് നാച്ചുറൽ ഹണി ആൻഡ് ബീ ഫാമിലാണ്. സംഭവം കുമിളിയിലാണ്. കുഞ്ഞുതോ കുമിളിയിൽ വന്നിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നത് പോലെ വന്നൊരു സൈറ്റ് സീയിങ് ഒക്കെ കണ്ടിട്ട് പോകാതെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വേണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഈ ബീഫ് ഫാം. ഇതൊരു പ്രൈവറ്റ് ഫാമാണ്. കുറേ പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. സോ കുമിളിയിൽ വരുന്നവർ ഡെഫിനറ്റ്ലി ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്കിതൊരു ഒരു വെറൈറ്റി ഫീലായിരുന്നു കേട്ടോ. മാത്രമല്ല ഇവിടെ നല്ല അടിപൊളി തേനും കിട്ടും. ആ തേനും പർച്ചേസ് ചെയ്തിട്ടേ പോകാവൂ കേട്ടോ. ഇത് പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. ഓക്കെ, നൗ ലിസൺ ടു ദ തേനീച്ച സ്റ്റോറി. ഒരു വർഷം 10 തൊട്ട് 20-25 കിലോ വരെ തേൻ കിട്ടും. ഡിപ്പെൻസ് സീസണാണ്. നല്ല സീസൺ കിട്ടുകയാണെങ്കിൽ നല്ല തേൻ കിട്ടും. ചിലപ്പോൾ മഴ കൂടുതലാണ് 10-നും താഴെ പോകും. പിന്നെ ഉള്ളത് ചെറുതേൻ നമുക്ക് കിട്ടുന്ന ഒരു 200 ഗ്രാമൊക്കെയാണ് മാക്സിമം. നമ്മൾ മെഡിസിൻ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ചെറുതേൻ. കുട്ടികൾക്ക് കൊടുക്കാം. നമ്മൾ ബോഡി മെയിൻ്റനൻസ്, കഫ് കോൾഡ് അങ്ങനെ മരുന്നിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ചെറുതേൻ നമുക്കിപ്പോൾ ഒക്കെ ഉള്ളൂ. ഇപ്പം ഏകദേശം തീരാറായിട്ടിരിക്കുന്നതിനാൽ വലിയ ക്വാണ്ടിറ്റി ഒന്നും ചെറുതേൻ പ്രൊഡക്ഷനിലില്ല. പപ്പയ അറിയിക്കും. താടിയിലൊക്കെ തേനീച്ച ഫോട്ടോ ന്യൂസ് പപ്പയാണ് നാഷണൽ അവാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനോരമയൊക്കെ ഒത്തിരി നടക്കില്ല. പപ്പയ്ക്ക് വലിപ്പം തുടങ്ങിയത്. ഞാനിപ്പം 3rd ജനറേഷനാണ്. അപ്പം പപ്പയുടെ ഇതിൽ അതൊരു പാഷനായിട്ട് തുടങ്ങി. പിന്നെ ബിസിനസ്സായി അങ്ങനെ പോകുന്നു. കുറേ പെട്ടിയുണ്ടേ, കുഴപ്പമൊന്നുമില്ല. തേനീച്ച അടുത്ത് മാത്രം മതി. അപ്പം നിങ്ങൾക്കറിയാം ഒരു ക്വീൻ ബി ഉണ്ടാവും. പിന്നെ ഫീമെയിൽ ബീസ് ഉണ്ട്, മെയിൽ ബി. റാണി അമ്മയും പിന്നെ പെണ്ണീച്ചയാണ്. ഈ ക്വീൻ ബി ഡിപ്പെൻഡ് ചെയ്ത ബാക്കി എല്ലാ ഈച്ചകളുള്ളത്. പപ്പ ഇപ്പം താടി തേനീച്ച വെച്ച ഫോട്ടോ ഉണ്ടല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. ആ ക്വീനെ പിടിച്ചിട്ട് വെച്ചാൽ മതി. ബാക്കി ഈച്ചയെല്ലാം താടി ഒന്ന് തൂങ്ങിക്കോളും. ഈ അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതാണ്. പിന്നെ ഈ അമ്മയെ കാണാൻ നല്ല സുന്ദരിയാട്ടോ. സാധാ ഈച്ചപ്പുറമൊന്നുമല്ല, ഡബിൾ ദ സൈസ് രോമാവൃതമാണ്. ഒരു ദിവസം 300 തൊട്ട് 800 മുട്ട വരെ ഇടും ഒരു ദിവസം. പിന്നെ ബാക്കി ബാക്കി ഈച്ചയുടെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു റാണിയുള്ളൂ. ഒരു കൂടിൽ ഒറ്റ റാണിയുള്ളൂ. ആ കൂടിൽ ഒറ്റ റാണിയുള്ളൂ. ഇത് ചെറുതായിട്ട് കൂടെ ഇതിലൊരു റാണിയുണ്ട്. അത് ഞാൻ പറയാം. അപ്പം റാണിയാണ് മുട്ടയിടുന്നത്. ഒരു ദിവസം 300 തൊട്ട് 800 മുട്ട വരെ ദിവസം ഇടും. അങ്ങനെ നമ്മൾ ജാൻ ടു മെയ് ആകുമ്പോഴത്തേക്കും ഹാർവസ്റ്റ് ചെയ്യുന്ന സാധനം. മെയ് ടു ഒക്ടോബർ മഴയായിരിക്കും. നമുക്ക് കേരളത്തിലെ കാലാവസ്ഥ നോർമലി കാലാവസ്ഥ പറയുന്നത് മാറിയിട്ടാണ് വരുന്നത്. മെയ് ടു ഒക്ടോബർ മഴ പെയ്യുമ്പോഴത്തേനും ഇവർക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഇവിടേക്ക് കൂടുതലും മലമേഖല ആയതുകൊണ്ട് ഒത്തിരി ഷോ ഫീഡിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഇവരിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചാലായനിയൊക്കെ കൊടുക്കേണ്ടി വരും. ഇത് ഇവർ നിലനിർത്താൻ വേണ്ടി ആട്ടോ. അങ്ങനെ ഒക്ടോബർ മാസം ആകുമ്പം റാണിയുടെ മുട്ടയിടും. ഈ വലിപ്പം ഉണ്ടാവും, ചെറിയ ചക്കുവിൻ്റെ വലിപ്പം ഉണ്ടാവും. ഈ റാണി മുട്ട വിരിഞ്ഞ് വലുതാകുമ്പോഴത്തേനും അത് പറന്ന് പോകുമ്പോൾ കുറേ ഈച്ചകളായിട്ടാണ് പോകുന്നത്. അത് വേറെ കോളനി ആയിട്ട് മാറും. അപ്പോൾ അവർ കോളനി ആയിട്ട് അങ്ങനെ പറന്ന് മാറിയാൽ നമുക്ക് നഷ്ടമാണ്. നമ്മൾ എന്നാർക്ക് ഇവർ മാറുന്നതിന് മുമ്പ് റാണിമുട്ട എടുത്ത് നമ്മൾ വേറൊരു കൂട്ടി വെച്ച് അത് പുതിയ കൂടായിട്ട് വിഭജനം ചെയ്യുക. അങ്ങനെ വിഭജനം ചെയ്ത് കൂടെ അടുത്ത വർഷം ജാനുവരിയിലാകുമ്പോൾ തേൻ ഹാർവസ്റ്റ് ചെയ്യാൻ റെഡിയാവും. നിങ്ങൾ അടുത്ത മാസമൊക്കെ വരുവാണെങ്കിൽ ഞങ്ങളുടെ തേൻ എടുക്കാനൊക്കെ കൂടാൻ കേട്ടോ. പിന്നെയുള്ള കാറ്റഗറി പിന്നെ പെണ്ണീച്ച, വേലക്കാരി ഈച്ച എന്ന് പറയും. വർക്കർ ബി. എല്ലാം പണിയും ചെയ്യുന്നത് പെണ്ണീച്ചയാണ്. ലൈക്ക് കളക്ടിങ് പോളൻ, നെക്ടർ, പൂന്തേൻ എടുക്കുന്ന, പൂമ്പൊടി എടുക്കുന്നതും എല്ലാം പണിയും ചെയ്യുന്നത് പെണ്ണീച്ചകളാണ്. മടീനീച്ച അടുത്ത് കയറി. പിന്നെ ഈ പെണ്ണീച്ച കുത്തത്തുള്ളൂ കേട്ടോ. പിന്നെയുള്ള പെണ്ണീച്ച അല്ലേ? പിന്നെ ആണീച്ചമാർ അറിയപ്പെടുന്ന മടീനീച്ച എന്നാ. ഇവന്മാര് തേൻ കുടിക്കുക റീപ്രൊഡക്ഷൻ മാത്രമല്ല ഇവന്മാരുടെ പരിപാടി. എന്റെ അത് എൻജോയ് ചെയ്യുന്ന അമ്മാരാ. ചിക്കൻ ബിരിയാണി. പിന്നെ നമുക്ക് ഈ ഒരു കൂട്ടിൽ നിന്ന് കണ്ടാൽ നോക്കി ഭയം. ഒരു കൂട്ടിൽ ഇപ്പം പല ചേമ്പേഴ്സ് കാണാം. അതിന്റെ ബ്രൂട്ട് ചേമ്പർ എന്ന് പറയും. ഈ ബ്രൂട്ട് ചേമ്പറിലാണ് റാണി മുട്ടയിടുന്നത്. നമുക്കുള്ള തേൻ അവർക്കുള്ളതാണ്. മേളത്തെ ചേമ്പർ ഹണി ചേമ്പർ അല്ലെങ്കിൽ സൂപ്പർ ചേമ്പർ എന്നറിയപ്പെടും. ആ സൂപ്പർ ചേമ്പറിൽ എപ്പം തേൻ ഫില്ലാവുന്നു അപ്പോഴാണ് നമ്മൾ അവിടുന്ന് തേൻ ഹാർവസ്റ്റ് ചെയ്യുന്നത്.
അല്ല ഇപ്പൊ ഏകദേശം രണ്ടാമത്തെ ചേമ്പറിൽ തേനായി. ഒരു 2-3 ആഴ്ചക്കുള്ളിൽ മേലത്തെ ചേമ്പർ തേനാവും. മേലത്തെ ചേമ്പർ തേനായ നമുക്ക് പെട്ടെന്ന് ഇവിടെ തേൻ ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ മലയൊക്കെ നോക്കിയാൽ ഒരുപാട് ഇപ്പൊ തണ്ണിമരം, മരുതി, കാട്ടുവട്ട, കരുണ അങ്ങനത്തെ പൂക്കളൊക്കെ പൂത്തു തുടങ്ങി. അടുത്ത മാസത്തേക്ക് ഏകദേശം നമുക്ക് തേൻ ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കൂടെ തുറന്ന് കാണിക്കാമേ. പേടിക്കൊന്നും വേണ്ട, കൈ വീശാണ്ടിരുന്നാൽ മതി. കൈ വെച്ചുകൊണ്ടിരിക്കണം. നമ്മള് ചുമ്മാ നിന്നാ മതി. തേനീച്ച കുത്തുന്ന ഒരു ഫിയറില്ല, ഒരു ഷോക്കില്ല. തേനീച്ച കുത്തുന്നത് നല്ല കേട്ടോ. അറിയാമോ എപ്പി തെറാപ്പി, ബീവനം തെറാപ്പി എന്നൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ബീവൻ മേക്സ് ആന്റിബോഡി ഫോർ ക്യാൻസർ. പക്ഷെ അതിന് 98% ആയിട്ട് സക്സസ്. 2% ആൾക്കാർ ചിലപ്പോൾ അലർജി ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. നോർമലി തേനീച്ച കുത്തുന്നത് നല്ലതാണ്. വേദനയ്ക്ക് ലേശം വേദനയ്ക്കും കേട്ടോ. ഇപ്പം പേടിക്കണ്ട മോൻ നിന്നോട്ടോ ധൈര്യമായിട്ട്. നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഫുള്ളി നിറഞ്ഞൊരു ഹണിക്കോമ്പാ. ആർക്കും തേൻ ടേസ്റ്റ് ചെയ്യണ്ട ഹണിക്കോമ്പിന്ന് ഭയോ ഹെൽപ്പ് ചെയ്യും. ഒരു വെള്ളതായോ പെട്ടെന്ന് പുറകോട്ട് വലിക്കില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഹെൽപ്പ് ചെയ്യും. പതുക്കെ പുറകോട്ട് വലിക്കില്ലേ. മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആർക്കാ തേൻ ടേസ്റ്റ് ചെയ്യണ്ട? വേണോ തേൻ വേണോടാ? പതുക്കെ പുറകോട്ട് വലിക്കില്ലേ. തേനീച്ചയോ? തേനീച്ച ശരിക്കും നമ്മളിവര് മനുഷ്യനെ പേടിയില്ലാത്തതായിട്ടൊന്നുമില്ല കേട്ടോ. ഒരു 10 പേരുടെ വന്നാൽ കോമ്പങ്ങ് തീരും. ഫോട്ടോ എടുക്കണോ? തേനീച്ച പിടിച്ചോണ്ട് ആർക്കാ ഫോട്ടോ എടുക്കണ്ടേ? പേടിക്കണ്ട. താഴെ ഇടല്ലെന്ന്. താഴെ ഇട്ടാ കളി മാറും കേട്ടോ. താഴെ ഇട്ടാ ചിലപ്പോ. പിന്നെ ഇവർക്ക് നോമ്പല്ലേ കുത്തുക. സ്മൈൽ എല്ലാരും നിൽക്കണം. ഞാൻ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു തരാം കേട്ടോ. എടുത്തു ഇച്ചിരി ഇങ്ങോട്ട് മാറിക്കോളെ. ആ ചെറുതേനാ കുഴപ്പമില്ല കേട്ടോ. ഇതുണ്ടോ സ്റ്റിംഗ്ലെസ് പീസ് എന്നറിയപ്പെടുന്ന ചെറുതേനാണ്. ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്ന ഇച്ചിരി പുറകോട്ട് മാറി. അത് നമ്മൾ പെട്ടെന്ന് തൂത്താൽ അതിന്റെ ഒരു പർപ്പോളിഷ് ഉണ്ടാവും. നമ്മുടെ ദേഹത്ത് പറ്റുമ്പം ബാക്കി അട്രാക്ഷൻ തോന്നുന്ന കുത്തത്തില്ല. ചെറുതേൻ കുത്തത്തില്ല. നമ്മൾ അറിയാതെ തൂത്തിട്ടുണ്ടാവും. സോ ഇതാണ് ചെറുതേൻ. ചെറുതേൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളത് മരുന്നിനൊക്കെയാണ്. നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം കുട്ടികൾക്കൊക്കെ ഡെയിലി ഒരു സ്പൂൺ തേനും ഇച്ചിരി മഞ്ഞപ്പൊടിയും കൊടുക്കാം. ഒത്തിരി ഇമ്മ്യൂണിറ്റി കിട്ടാനും ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ ഒത്തിരി നല്ലതാണ് ചെറുതേൻ. പിന്നെയുള്ളത് നമ്മുടെ മേജർ ക്ലയൻറ്റ് ഈ ഡോക്ടേഴ്സൊക്കെയാണ് തേനും മഞ്ഞപ്പൊടിയും തേൻ. പിന്നെ അതുപോലെ നമ്മൾ വണ്ണം കുറയ്ക്കാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെറുതേൻ ഒരു 30 മില്ലി ചെറുതേനും ഇഞ്ചിനീരും നാരങ്ങ മിക്സ് ചെയ്ത് ലൂക്കോം വാട്ടറിൽ കഴിക്കാം. ഒരു ഏർലി മോർണിംഗ് നമ്മൾ നടക്കാനൊക്കെ പോവുക. 8 മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കണം. രാവിലെ എണീക്കുന്ന ആൾക്കാരൊക്കെയാണ് നടക്കും പരിപാടി. ഹണി വിത്ത് ലെമൺ ആൻഡ് ജിഞ്ചർ, ലൂക്കോം വാട്ടറിൽ, ചൂടുവെള്ളത്തിലല്ല. അതുപോലെ നമുക്ക് ബ്ലാക്ക് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തേൻ്റെ കൂടെ നമുക്ക് പിന്നെ നമുക്ക് ഈ തേനും ജാതിക്കയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുവാനുള്ള വയറുവേദനയ്ക്ക് ഒത്തിരി നല്ലതാണ്, കുറയും. അതുപോലെ കഫ് ആൻഡ് കോൾഡ് തേനും കുരുമുളക് പൊടി ഇഞ്ചിനീരും കൂടെ കഴിക്കാം. അതുപോലെ ഈ ചുമന്നുള്ളിയും തേനും ഡ്രൈ കഫ് കുറയും. ഡയബറ്റിക് പേരൻസിനൊക്കെ ആണെങ്കിൽ പോലും കഴിക്കുന്നുണ്ട് ചെറുതേൻ. വന്തേൻ ഒത്തിരി റെക്കമെൻഡ് ചെയ്യുന്നത് ചെറുതേൻ ഒത്തിരി നല്ലതാണ്. ചെറുതേൻ എപ്പോഴും അവൈലബിൾ അല്ല, ഇപ്പൊ സാധനമുണ്ട്, എപ്പോഴും തന്നെ അവൈലബിലിറ്റി ഉള്ളതല്ല. എന്തോ വെയിറ്റ് റിഡക്ഷൻ വേണ്ട. 30 മില്ലി തേന് ഇഞ്ചിനീര് നാരങ്ങ മിക്സ് ചെയ്ത് ലൂക്കോം വാട്ടറിൽ കഴിക്കുക. 5:30 ആണ് ഏറ്റവും നല്ലത് ടൈം. ഒരു അരമണിക്കൂർ നടക്കാൻ പോകും. തേൻ ഡയറക്ട്ലി ഫുഡിലാട്ടാ. ഒരു 8 മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, അത് മര്യാദക്ക് ചെയ്യുന്നതനുസരിച്ച് നടക്കാൻ പോകുന്നതനുസരിച്ചിരിക്കും. 10 ദിവസമാണ് 300 ഗ്രാം. ഓക്കെ, ഇതാണ് ചെറുതേൻ കണ്ടിട്ടുണ്ട്. വീഡിയോ എടുക്കുന്ന ആളെ കീറിയാട്ട് ഫ്രണ്ടിലോട്ട് പോരെ. ഇല്ല കുത്തത്തില്ല. ഇവര് ഉള്ളൊരു തിങ് ഇല്ല.
ഇതാണ്ടോ വായോ, ഇതാണ് ചെറുത്. ഞാൻ പെട്ടെന്ന് ഇത് അടയ്ക്കുക. ഭയങ്കര ഇത് കുഞ്ഞു ഈച്ചയാണ്. ഇവരുടെ തേൻ ഇതാണ്. ഇതാ തേൻ. ഞാൻ അടച്ചോട്ടെ, എന്നിട്ട് നിങ്ങൾ ബായോ. ഇനി ബാ പുറകോട്ട് വരെ, ഇനി വരെ. എന്റെ കയ്യിലിരിക്കുന്നു. ഇല്ല കുത്തത്തില്ല, ബായോ. കിരികിരാന്നിരിക്കുന്നു. ആ ഭാഗ്യം. ശരിയാട്ടെ, നമ്മള് സഹിച്ചാൽ കൂടെ വാഴും. അപ്പോൾ ഒത്തിരി ആർട്ടിക്കിളൊക്കെ ഒത്തിരി പത്രത്തിലും ഇൻസ്റ്റാഗ്രാം ഓക്കെ. ഇതാ ചെറുതാൻ കഴിച്ചിട്ടുള്ള ആൾക്കാരെ നടക്കുന്നില്ല അറിയാതെ. പൈസ പോയില്ലേ, നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ അറിയാം. കല്ലിന്ന് അറിയാം അല്ലേ, ശർക്കരയിലായിരുന്നു. ചെറുതാൻ ചെറുതാൻ വേണ്ട ആൾക്കാരാണ്. ഇത് ചെറുതാനാണ്, ചെറിയൊരു പുളിപ്പുണ്ടാവും. നമ്മളവിടുത്തെ നമ്മൾ ഇന്നാള് അവര് മമ്മിയാ കഴിച്ചോ. ഇതാണ് ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാവും. ഒത്തിരി മധുരമുള്ള തേനില്ല. ഇങ്ങനെയുണ്ട് ഡയബറ്റിക് പേഷ്യൻസിൽ ഒരു അരപ്പം ഇത് കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പിന്നെ ഇത് വന്തേന നല്ല കഴിഞ്ഞാൽ 2 കാറ്റഗറി തേനുണ്ട്. ഹിൽ സ്റ്റേഷനിൽ എടുക്കുന്ന തേനുണ്ട്, മൾട്ടി ഫ്ലോറൽ ഹണി എന്ന് പറയും. ഇവിടെ കൂടുതലും ഈ ആനയുടെ ശല്യമൊക്കെ ഉണ്ട് മൂന്നാർ ഈ മേഖലയിലൊക്കെ. ഈ ആനയിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ബീ ഫെൻസിങ് പരിപാടി ഉണ്ട്. ഇങ്ങനെ തൂണിലില്ല, ഒരു വേറൊരു കമ്പി സ്റ്റാൻഡിൽ അത് ഇന്റർ കണക്ട് ചെയ്ത് റോപ്പ് ഉണ്ടാവും. ആനയ്ക്ക് തേനീച്ച പോയില്ല. ആന ഒന്ന് റോപ്പിൽ തട്ടുമ്പോൾ തേനീച്ച സൗണ്ട് ഉണ്ടാക്കുക കാട്ടിലേക്ക് പോകും. തേനീച്ച കൃഷി നേരത്തെ കണ്ടിട്ടില്ല. ഒരു ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. നല്ല സൂപ്പർ തേനും. കുട്ടിയല്ലേ ഓൺലൈനിൽ ഞാൻ അയച്ചു തരാട്ടോ. ആമസോണിലൊക്കെ ഉള്ള മധുരമുണ്ട്. തേൻ ഒഴിച്ചായിരുന്നു ആ ഡിസ്പെൻസിങ് ജാർ. അതാണ് വൻ ഹൈലൈറ്റ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടത്. അവനെ തേൻ കൂട്ടിയല്ല കാട്ടുതേനാണോ കൂടുതൽ നല്ലതാണോ? ഞങ്ങള് പറഞ്ഞില്ല, അതൊരു ഭാഗത്ത് ഭയങ്കര വനമേഖലയാ. ഇതാ യച്ചായൻ്റെ ഫോട്ടോ കണ്ടോ ഇരിക്കുന്നേ അങ്ങ് ദൂരെ താടിയിൽ നല്ല തേനീച്ചക്കൂടൊക്കെ ആയിട്ട്. ബാഹുബലി.